ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വർക്കിനായുള്ളത് ഹോണ്ട ട്രിഗർ ആണ്. ഇത് കസ്റ്റമർ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ പൊല്യൂഷൻ ഫെയിലായ വണ്ടിയാണ്. പുക ടെസ്റ്റ് കിട്ടാത്തൊരു വണ്ടിയാണ്. എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ കംപ്ലൈൻ്റ് ആകുന്ന വണ്ടികളിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ആണ്. ഒന്ന് അഴിച്ച് നോക്കാം എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. പ്ലഗ് അഴിച്ചെടുത്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ കാർബണ് ഏകദേശം ഒരു സൈഡിൽ മൊത്തം പിടിച്ചിട്ടുണ്ട്, കരി ഏറിയിട്ടുണ്ട് നല്ല രീതിക്ക്. ഏകദേശം അത്യാവശ്യം കരിയുണ്ട്, മൈലേജും കുറവായിരിക്കും ഈ രീതിയിൽ പ്ലഗ് ഇരുന്ന് കഴിഞ്ഞാൽ. അതായത് പ്ലഗ് കരിയടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഫ്യൂവല് അനാവശ്യമായി കത്തുകയാണെന്നുള്ള. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഗ്യാപ്പ് കറക്റ്റായി ചെക്ക് ചെയ്തിടുക. പ്ലഗിൻ്റെ ഗ്യാപ്പ് ഒരു ബ്ലേഡ് കനമാണ്, അധികം അടുക്കാനും പാടില്ല അകലാനും പാടില്ല. എന്നിട്ട് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. അടുത്തതായി ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എൻജിൻ ഓയിലാണ്. എൻജിൻ ഓയിൽ ലെവൽ നോക്കണം, ഓയിലിൻ്റെ ക്വാളിറ്റി നോക്കണം. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ലെവലും ഉണ്ട്. എൻജിൻ ഓയിൽ ലെവൽ കുറയുന്നൊന്നുമില്ല, കറക്റ്റാണ് ഓയിൽ. കസ്റ്റമർ ഇടയ്ക്ക് മാറിയ ഓയിലും കൂടെയാണിത്. നമുക്ക് ഇതിട്ടടയ്ക്കാം. അടച്ചതിന് ശേഷം അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ വരുന്നത് സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ്. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയാണ് എയർ ഫിൽറ്റർ വരുന്നത്. എയർ ഫിൽറ്റർ ബ്ലോക്കായാലും പൊല്യൂഷൻ പാസ്സാകത്തില്ല. ഓവറായിട്ട് പെട്രോൾ ഇങ്ങനെ കത്തിപ്പിക്കൊണ്ടിരിക്കും. നമുക്ക് കഴിച്ച് നോക്കാം. ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, ബ്ലോക്കൊന്നും പൂർണ്ണമായിട്ടില്ല. ഇത് ഏകദേശം ഒരു 5000 കിലോമീറ്ററേ ആയിട്ടുള്ളൂ ഫിൽറ്റർ മാറിയിട്ട്. ഇതല്ല കാരണം. ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. ഇനി ചെക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കാർബറേറ്ററാണ്. കാർബറേറ്റർ അഴിച്ച് നോക്കാം നമുക്ക്. അതിനുവേണ്ടി സൈഡ് കവർ ഓപ്പൺ ചെയ്യുക. ഈ വാഹനത്തിൻ്റെ കാർബറേറ്റർ ഇതാണ്. ഇത് മാനുവൽ ചോക്ക് വരുന്നത്, അതായത് കേബിൾ ചോക്ക് ടൈപ്പാണ്. അതായത് ചോക്ക് കേബിൾ വരുന്ന ടൈപ്പാണ്. ഈ മോഡൽ യൂണിക്കോണും വരാറുണ്ട്, സ്കൂട്ടറിന് വരാറുണ്ട്. എല്ലാ ടൈപ്പിലും ഈ ചോക്ക് കേബിൾ ടൈപ്പ് വരാറുണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് നമുക്കൊന്ന് അഴിക്കാം. ട്രിഗറിന് ചോക്ക് ഈ ഭാഗത്താണ്. പ്ലേ വളരെ കുറവാണിത്, പ്ലേ ഇല്ല ഇതിന് തീരെ. ഇത് നമുക്കൊന്ന് അഴിച്ച് നോക്കാം. ഇതാണ് ആ ചോക്കിൻ്റെ ഭാഗം, ചോക്ക് കേബിള്, ചോക്ക് ചേമ്പർ ഇതാണ്. നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. ശരി തന്നെയാണ്, ഈ ചോക്ക് വലിഞ്ഞ് നിൽക്കുകയാണ്. ചോക്ക് വലിഞ്ഞ് നിൽക്കുക തന്നെയാണ്. കാരണം നീളം കുറവാണ്. ഔട്ടർ വലിഞ്ഞ കാരണം ഇന്നർ ചെറുതായതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കാരണം. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ പ്രശ്നമാണ്. മൈലേജും കുറവായിരിക്കും, പൊല്യൂഷനും പാസ്സാകത്തില്ല, പെട്രോള് മൈലേജ് തീരെ കിട്ടത്തില്ല, പ്ലഗിനകത്ത് ഓവറായിട്ട് കരിയടിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഒന്നുകിൽ മാറ്റിയിടുക, അല്ലെന്നുണ്ടെങ്കിൽ ഔട്ടറിൻ്റെ ലെങ്ത് കുറയ്ക്കുക. ഇതിപ്പോൾ തൽക്കാലം ലെങ്ത് കുറച്ച് ഇടാം ഔട്ടർ, അപ്പോൾ ഇന്നർ നീളം കിട്ടുന്നതായിരിക്കും. ഏകദേശം ഒരു കുറച്ച് മില്ലിമീറ്റർ, 10 മില്ലിമീറ്ററോളം പുറത്തോട്ട് ഇനിയും തള്ളാറുണ്ട് കേബിള്. അത് ഔട്ടർ കട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നർ നീളം കൂടും. അല്ലാത്ത പക്ഷം ഒരു കേബിൾ മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
നമുക്കിതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നോക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞു, ലെങ്ത് കുറച്ചു. നോക്കൂ ഗൈസ്, നീളം ലെങ്ത് ഇന്നറിൻ്റെ ലെങ്ത് കൂടിയിട്ടുണ്ട് ഔട്ടർ കട്ട് ചെയ്തപ്പോൾ. ഇനി നമുക്കിതിലോട്ട് സെറ്റ് ചെയ്യാം. അത് വ്യത്യാസം കണ്ടല്ലോ, മുട്ടും കറക്റ്റ് ഇതിനകത്ത് തട്ടി നിൽക്കും. പ്ലേ കറക്റ്റായി കിട്ടും നമുക്ക് ചോക്ക് ലിവറിൽ. ഏത് വണ്ടി ആയിക്കോട്ടെ ചോക്ക് ലിവർ പ്ലേ കഴിഞ്ഞിട്ടേ ചോക്ക് ആവാൻ പാടുള്ളൂ. അല്ലാതെ പ്ലേ ഇല്ലാത്ത നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്ലേ ഇല്ലാതെ ഇരുന്നാൽ നന്നായി ടൈറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യാം. നമുക്ക് സെറ്റിങ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഈ വാഹനം ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. എയർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യണം. എയറിൻ്റെ ഫ്ലോ കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട്. നന്നായിട്ട് ട്യൂൺ ചെയ്തിട്ട് വേണം പൊല്യൂഷൻ സെൻറ്ററിലേക്ക് പോകേണ്ടത്. കണ്ടോ ഈ ഗ്യാപ്പ് കണ്ടോ, ചോക്ക് കേബിൾ ഇപ്പോൾ കറക്റ്റാണ് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നേരത്തെ വളരെ കുറച്ചായിരുന്നു ഉയർത്താൻ പറ്റുന്നത്, ഇപ്പോൾ കറക്റ്റ് പൊന്തി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. പ്ലേ കഴിഞ്ഞിട്ടേ ചോക്ക് ആവാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണം, എല്ലാ വണ്ടിയിലും ഇത് ശ്രദ്ധിക്കണം. ഇനി ഈ വാഹനം നമുക്ക് ട്യൂൺ ചെയ്യാം. ട്യൂൺ ചെയ്തിട്ട് പൊല്യൂഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാം. ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി പൊല്യൂഷൻ സെൻറ്ററിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാർബൺ വളരെ കുറവാണ്, ഓക്സിജൻ ലെവലും കറക്റ്റാണ്. പൊല്യൂഷൻ ഓക്കെ ആയിട്ടുണ്ട്. പൊല്യൂഷൻ ഓക്കെ. നോക്കൂ ഗായ്സ്, ഇതിൻ്റെ യഥാർത്ഥ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ടല്ലാതെ പാർട്സ് മാറരുത്. അതുവഴി നമുക്ക് കാശും സമയം ലാഭിക്കാം. നമുക്ക് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ഇളക്കി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കരി അടിച്ചിരിക്കുന്നോ, വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു 3-4 കിലോമീറ്റർ ഓടിയിട്ട് വന്ന വണ്ടിയാണത്. നമുക്കിതിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കാം. നമുക്കിതിൻ്റെ ഫ്യൂൽ കറക്റ്റായി കത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കൂ ഗൈസ്, നല്ല വെളുത്തിരിക്കുകയാണ്. ഒരു കരി പോലുമില്ല. കരി വന്നു കഴിഞ്ഞാൽ ഫ്യൂൽ അനാവശ്യമായി കത്തുന്നു എന്നാണ് അർത്ഥം. കറക്റ്റാണ്, വളരെ കറക്റ്റായിട്ട് ഫ്യൂൽ കത്തുന്നുണ്ട്. നല്ല മൈലേജും ഉണ്ട്, കാർബണും കുറവാണ്. ഈ രീതിയിൽ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്താൽ തന്നെയും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വണ്ടി നല്ല മൈലേജ് കിട്ടും, പിക്കപ്പും കിട്ടും, ഓവറായിട്ട് കാർബൺ കയറത്തുമില്ല. ഈ കണ്ടീഷനിലാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു വണ്ടിയിലെ പ്ലഗ് ഇരിക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചോക്ക് കേബിളുള്ള ഏത് വണ്ടി ആയിക്കോട്ടെ, ഏത് കമ്പനിയുടെ വണ്ടി, സ്കൂട്ടറായിട്ടോ ബൈക്കായിക്കോട്ടെ, ഈ കാര്യമൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാര്യം എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക. പൊല്യൂഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ട്. ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.